വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ നാണിയമ്മ വിസ്മയം കൂട്ടി മീൻ ചന്തയിൽ ചെന്ന് സേവ്യറിയേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അഡ്വാൻസായി 1000 രൂപയും കൊടുത്തു. മീനെടുത്ത് സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊടുത്തു. ഐശ്വര്യമായി പോയി വിറ്റിട്ട് വാ കുഞ്ഞേ എന്ന് സേവ്യറിയേട്ടൻ വിസ്മയോട് പറഞ്ഞു. അങ്ങനെയാണ് വഴിമുട്ടിയ ജീവിതം വീണ്ടും തളിർക്കുവാൻ തുടങ്ങിയത്. വിസ്മയുടെ ധൈര്യവും ആത്മവിശ്വാസവുമാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. സ്കൂൾ തുറന്നു. തൻ്റെ കൂടെ പഠിക്കുന്ന പലർക്കും തൻ്റെ ജോലി അറിയാം. അതുകൊണ്ട് തന്നെ അവരിൽ ചിലർ സഹതപിച്ചു, ചിലർ കളിയാക്കി, ചിലർ മിണ്ടാൻ തന്നെ മടി കാണിച്ചു. വിസ്മയ അതിലൊന്നും വീണില്ല. കാരണം തനിക്ക് ജീവിക്കണം, തൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിച്ചേ പറ്റൂ. കിട്ടിയ അവസരത്തിൽ നന്നായി പഠിച്ചു. SSLC പരീക്ഷയിൽ നല്ല മാർക്ക് നേടി പാസ്സായി. വിസ്മയെ അറിയാവുന്ന ചിലർ സന്തോഷം രേഖപ്പെടുത്തി. തുടർ പഠനത്തെക്കുറിച്ച് ആയി പിന്നീടുള്ള ചിന്ത. രാവിലെ ചന്തയിൽ ചെന്നപ്പോൾ സേവ്യറിയേട്ടൻ വിസ്മയുടെ വിജയത്തിൽ വളരെ സന്തോഷത്തോടെ എല്ലാ മീൻകാരോടും പറഞ്ഞു, നമ്മുടെ വിസ്മയ നല്ല മാർക്കോടെ പാസ്സായി കേട്ടോ. എല്ലാ മീൻകാരും വിസ്മയെ അനുമോദിച്ചു. വിസ്മയുടെ ചിന്ത ജോലിയും പഠനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചായിരുന്നു. +1 അപേക്ഷ സമർപ്പിച്ചു. നല്ല മാർക്കുണ്ടായിരുന്നതിനാൽ പട്ടണത്തിലെ ഒരു നല്ല സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. മീൻ കച്ചവടവും സ്കൂളിൽ പോക്കും ഒരുമിച്ച് കൊണ്ടുപോകാനാവണേ. സമയം ദൈവമേ എന്ന ചിന്ത അവളെ അലട്ടിയിരുന്നു. എങ്കിലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു. പതിവ് പോലെ തന്നെ കാര്യങ്ങളെല്ലാം മുറ പോലെ നടത്തി വിസ്മയ പട്ടണത്തിലെ സ്കൂളിലേക്ക് ജയിച്ചു. സ്കൂളിൻ്റെ പടി കടന്നത് 9:45 ചേർന്നപ്പോൾ പ്രധാന അധ്യാപകൻ പറഞ്ഞിരുന്നു, കൃത്യം 9 ക്ലാസ്സിൽ കയറണം. ആദ്യ ദിവസം തന്നെ സമയം തെറ്റി ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ അധ്യാപകർ കുറ്റപ്പെടുത്തി. എന്താ കുട്ടിയത്, ആദ്യ ദിവസം പോലും നേരത്തെ വരാൻ സാധിക്കുന്നില്ലേ? കയറിപ്പോകൂ. അധ്യാപകൻ്റെ വക കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കളിയാക്കൽ തുടങ്ങി. മീൻകാരി എന്ന് ഉറക്ക നീട്ടി വിളിച്ചു. ഇതൊന്നും തൻ്റെ ഒരു രോമത്തെ പോലും സ്പർശിക്കുന്നില്ല എന്ന ഭാവത്തിൽ വിസ്മയായിരുന്നു. പഠനം തുടങ്ങി. സ്കൂളിലെ പോക്കും കച്ചവടത്തിൻ്റെ അലച്ചിലും എല്ലാം വിസ്മയെ അലട്ടുന്നുണ്ടായിരുന്നെങ്കിലും അവൾ മുത്തശ്ശിയോടൊന്നും പറയുകയില്ല. കാരണം ആ മനസ്സിനൊന്നും താങ്ങാനുള്ള കഴിവില്ല. വൈകിട്ട് വരുന്ന വഴിക്ക് വീട്ടിലേക്കുള്ള അരിയും സാധനവും വാങ്ങിയാണ് വിസ്മയ എന്നും വരുന്നത്. വാതിൽക്കൽ തന്നെ എന്നും മുത്തശ്ശി കാത്തു നിൽക്കാറുള്ളതാണ്. കയറിയിട്ടും മുത്തശ്ശിയുടെ അനക്കം കേട്ടില്ല. കിടക്കുകയാവൂ എന്ന് കരുതി വിസ്മയ നീട്ടി വിളിച്ചു. മുത്തശ്ശി. വിളി കേട്ടില്ല. കള്ളി, എന്നെ കളിപ്പിക്കുവാൻ വേണ്ടി മിണ്ടാതെ കിടക്കുകയാണല്ലേ. എന്നിട്ടും അനക്കമില്ല. ചെന്ന് നോക്കുമ്പോൾ വിസ്മയ ഞെട്ടിപ്പോയി. തന്നെ കാത്തിരിക്കുവാനുള്ളയാൾ ഇനി ഇല്ല. താൻ തികച്ചും അനാഥയായി. മുത്തശ്ശിയും എന്നെ വിട്ടിട്ട് പോയി. അനക്കമില്ലാതെ കിടക്കുന്ന മുത്തശ്ശിയെ നോക്കി വിസ്മയ കരഞ്ഞില്ല. ആകെ ഒരു നിർവികാരത മാത്രമേ വിസ്മയയ്ക്കുണ്ടായിരുന്നുള്ളൂ. വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. അവൾ കരഞ്ഞില്ല. കാരണം ഉള്ളിൽ ഒരിക്കലും അവൾ കരയാതിരുന്നിട്ടില്ല. എന്നും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് വിസ്മയ. ഇനി ഒഴുകുവാൻ കണ്ണുനീർ ബാക്കിയുണ്ടായിരുന്നില്ല. സ്വന്തം ജാതിക്കാർക്കെല്ലാം പുച്ഛമാണ് വിസ്മയെ. കാരണം ഒരു നായർ പെൺകുട്ടി മീൻ കച്ചവടം ചെയ്യുന്നത് അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. ആദ്യമൊക്കെ അവളെ തടുക്കുവാൻ ചില പ്രമാണികൾ നോക്കി. നമ്മുടെ ജാതിക്ക് പറ്റിയ തൊഴിലല്ല, ഈ തൊഴിൽ നിർത്തണമെന്നൊക്കെ. അപ്പോൾ വിസ്മയ അവരോട് ചോദിച്ചു, നിർത്താം. നാളെ മുതൽ എൻ്റെ പഠനവും വീട്ടുചെലവും നിങ്ങൾ തരുമോ മാന്യമായി? ആ ചോദ്യത്തിന് ഉത്തരമില്ല അവർക്ക്. ജാതി പറഞ്ഞിരുന്നാൽ ഞങ്ങളുടെ ജീവിത ചിലവ് ആര് നോക്കും? അന്ന് വലിഞ്ഞതാണ് ജാതിക്കാർ. പിന്നീട് കാണുന്നത് ഇന്നാണ്. മുത്തശ്ശിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ആ വീട്ടിൽ നാണിയമ്മയും എന്നും കണ്ടാൽ വിശേഷം തിരക്കുന്ന ഒരു ഭിക്ഷക്കാരനും മാത്രമായി ബാക്കി. മുത്തശ്ശിയെ അടക്കിയ ദിശയിലേക്ക് നോക്കിയിരുന്ന വിസ്മയോട്, മോളെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എന്തെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞു നാണിയമ്മ. തനിക്ക് ചോറ് വാരിത്തരാൻ നോക്കി. തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇന്ന് വേണ്ട നാണിയമ്മേ, ഒരു ദിവസം എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടി പട്ടിണി കിടക്കാം. നാണിയമ്മ ചോദിച്ചു, കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് കിടക്കുന്നത്? നാണിയമ്മയുടെ കൂടെ പോരെ? ഒരാൾ കൂടി കിടക്കുവാനുള്ള സമയം, സ്ഥലം നാണിയമ്മയുടെ വീട്ടിലുണ്ട്. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.